ഞാൻ സ്ത്രീകളെ അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും. ഞാൻ സ്ത്രീകളെ മോശവൽക്കരിക്കാറില്ല. ഷർട്ടിടാൻ പോലും അനുവാദം തന്നില്ല പോലീസ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്നത്. സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മക്ക് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നതെന്നും ഒരു സ്ത്രീയെയും സമൂഹത്തിൽ മോശവൽക്കരിക്കുവാനും ലൈംഗിക അധിക്ഷേപങ്ങൾ പറയുവാനും ഞാൻ ശ്രമിക്കാറില്ല എന്നാണ് മറുനാടൻ മലയാളിയിലെ സാജൻ സക്കറിയ പറയുന്നത്. രാത്രി 8:30 മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാജൻ സക്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും മെഡിക്കൽ ചെക്കപ്പിനായി ആശുപത്രിയിലെത്തിച്ചപ്പോഴും സാജൻ സക്കറിയയുടെ ദേഹത്ത് ഷർട്ടില്ലായിരുന്നു. ഇത് പകപോക്കുകയാണെന്നും പിണറായി സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണ് ഇത്തരം വിഷയത്തിലേക്ക് താൻ വലിച്ചേക്കപ്പെട്ടത് എന്നുള്ള ആരോപണമാണ് സാജൻ സക്കറിയ പറയുന്നത്. എന്നാൽ മാഹി സ്വദേശിയായ പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിൽ മോശവൽക്കരിച്ചു എന്നുള്ള കുറ്റമാണ് സാജൻ സക്കറിയയുടെ നേരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇത് കാരണം സ്വകാര്യ ജീവിതത്തിൽ ഈ സ്ത്രീക്ക് പ്രയാസങ്ങളുണ്ടായി എന്നും പരാതിയിൽ പറയുന്നു. പിണറായിസം തുലയട്ടെ, മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പില്ലാതെ ഞാൻ ജയിലിലേക്ക് പോകുകയാണെന്നും മുഖ്യമന്ത്രി അഴിമതിയുടെ വീരനാണെന്നും അതിന് ഓശാന പാടുന്നത് കേരള പോലീസാണെന്നുമാണ് സാജൻ സക്കറിയ മുദ്രാവാക്യ സ്വരത്തിൽ പറഞ്ഞത്. ഇതിനെതിരെയെല്ലാം മരണം വരെ പോരാടുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതിനിടയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിൻ്റെ പേരുള്ള കേസാണ് തങ്ങൾക്ക് നേരെയുള്ളതെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോഴും അത്തരത്തിൽ ഞാൻ യാതൊരു സ്ത്രീയെയും അപമാനിച്ചില്ല എന്നാണ് സാജൻ സക്കറിയ വീണ്ടും പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും. പിണറായിസം തുലയട്ടെ, അഴിമതിയുടെ പീഡൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും. എല്ലാം കേരള കേസ്. ഒരു കേസിൽ എന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ശക്തിയുടെ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോകും. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകും. അവരെന്നെ പിടിച്ചോണ്ട് പോകും. വരൂ, ആരെ വിളിക്കാൻ സംഭവിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ്. പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു. ജയിലിലേക്ക് പോകുന്നു. ഞാൻ എന്നെ ഉടുപ്പിടാതെ ജയിലിലുള്ള വീട്ടിൽ പിടിച്ചോണ്ടാ. പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിലടയ്ക്കും. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നല്ലേ പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ പിടിച്ചോണ്ട് പോന്നു. പിടിച്ചോണ്ട് പോന്നു. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു. കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും. പിണറായിസം തുലയട്ടെ, അഴിമതിയുടെ പീഡൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും.